കോഴിക്കോട് മുത്തപ്പൻപുഴയിലെ താൽക്കാലിക ചപ്പാത്ത് ഒലിച്ചുപോയി. പുതുതായി നിർമ്മിക്കുന്ന പാലം താൽക്കാലികമായി തുറന്നു നൽകി. കാർ, ജീപ്പ്, ഇരുചക്ര വാഹനങ്ങൾ മാത്രം കടത്തിവിടുന്നു. ആനക്കാംപൊയിലിൽ നിന്നും നിർദ്ദിഷ്ട തുരങ്കപാത പ്രദേശത്തേക്ക് പോകുന്ന വഴിയാണിത്. സരീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സരീഷ്, കനത്ത മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് പലയിടങ്ങളിലും മലയോര മേഖലയിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നത്? അല്പസമയം മുൻപാണ് ഈ താമരശ്ശേരി ഭാഗത്ത് ഈ മുത്തപ്പൻപുഴയിൽ താൽക്കാലിക ചപ്പാത്ത് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അവിടെ വെള്ളം കയറുന്ന ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് ഈ പുഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ താൽക്കാലികമായി നിർമ്മിച്ച ചപ്പാത്ത് കൂടി ഒലിച്ചു പോയത്. ഏറ്റവും ഒരുപക്ഷെ ഈ പ്രദേശത്ത് രണ്ട് മേഖലകളിലും ഈ ചപ്പാത്ത് ഈ മുത്തപ്പൻപുഴ കരയിലൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന ചപ്പാത്താണിത്. ഇത് ഒലിച്ചു പോയതോടെ തന്നെ ഈ പുഴയ്ക്ക് ഇക്കരയ്ക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം വലിയ പ്രതിസന്ധിയിലായി മാറി. ഇതോടെയാണ് പുതുതായി നിർമ്മിക്കുന്ന പാലം കൂടി തുറന്നു നൽകാൻ ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കാറ്, ജീപ്പ്, ഇരുചക്ര വാഹനങ്ങൾ മാത്രം കടത്തിവിടാം എന്നൊരു തീരുമാനമാണ്. കാരണം നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണ്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷ ഉൾപ്പെടെയുള്ളവ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ താൽക്കാലികമായി ഇത് തുറന്നു കൊടുക്കുകയും ചെറുവാഹനങ്ങൾ മാത്രം കടത്തിവിടാൻ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആനക്കാംപൊയിൽ നിന്നും നിർദ്ദിഷ്ട തുരങ്കപാത പ്രദേശത്ത് പോകുന്ന വഴിയാണ്. അവിടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ മേഖലകളിലൊക്കെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഭാരമേറിയ വാഹനങ്ങളൊക്കെ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നതാണ്. അത്തരത്തിലുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലകളിൽ, അതായത് ഈ മുത്തപ്പൻപുഴയ്ക്ക് സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കൂടുതൽ മലയോര മേഖലകളിൽ ഈ താമരശ്ശേരി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതലായി മഴ പെയ്താൽ മുത്തപ്പൻപുഴയിലേക്കാണ് വ്യാപകമായി മഴ അല്ലെങ്കിൽ മഴവെള്ളം എത്തുന്നത്. അതുകൊണ്ട് തന്നെ മഴവെള്ള പാച്ചലിന് ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആളുകളോട് മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലം തുറന്നു കൊടുത്തതുകൊണ്ട് തന്നെ നിലവിൽ ഗതാഗത കുരുക്കോ അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിൽ തടസ്സമോ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും വ്യാപകമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നതും ആശ്വാസകരമാണ്. സരീഷ്, മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും റെഡ് അലേർട്ട് അടക്കമാണ് ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ്രമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചപ്പാത്ത് പാലം അടക്കം ഒലിച്ചു പോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറിൽ എത്രമാത്രം ജാഗ്രത വേണം എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കാര്യങ്ങളൊക്കെ എത്രമാത്രം സജ്ജമാണ്? സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള നടപടികൾ ഏത് രീതിയിലാണ്? നിലവിൽ താമരശ്ശേരി, ചുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ, അതോടൊപ്പം തന്നെ വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൾ സെന്ററുകൾ ഉൾപ്പെടെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഓരോ മേഖല കേന്ദ്രീകരിച്ചുള്ള മീറ്റിങ്ങുകളും അതോടൊപ്പം തന്നെ അവലോകന യോഗവും ഇന്ന് രാവിലെ മുതൽ നടത്തുന്നുണ്ട്. ഓരോ പഞ്ചായത്ത് മെമ്പർമാരോടും തങ്ങളുടെ വാർഡ് അടിസ്ഥാനത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ നേരത്തെ അപകടം സംഭവിച്ച സ്ഥലങ്ങൾ, ഈ വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളാണ്, അവിടെ പരിസ്ഥിതി ലോല മേഖലകളാണ്, അവിടെ കൃത്യമായി വിലയിരുത്തണം, ക്യാമ്പുകൾ ആരംഭിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വളണ്ടിയർമാരെ വിവിധ മേഖലകളിലേക്ക് നിശ്ചയിക്കുകയും അവർ അവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സേനാംഗങ്ങൾ പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നത്. ശരി.